ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ രാവിലത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ അടുക്കളയിൽ ഇതിപ്പോൾ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ പുളിച്ച് പൊന്തി റെഡിയായി വന്നിട്ട് രാവിലെ അരി അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ അങ്ങോട്ട് കലക്കി വെക്കും. രാവിലെ എണീക്കുമ്പോൾ അത് പുളിച്ച് പൊന്തിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള മാവ് മാത്രം വേറൊരു പാത്രത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ബാക്കിയുള്ള മാവ് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മാവ് എടുത്തിട്ട് അതിൽ ഉപ്പൊക്കെ കലക്കി ഇഡ്ഡലിക്കുള്ള തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാൻ നേരത്തെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് അതിലാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ എടുക്കാനേ പറ്റുള്ളൂ. ധൃതി പിടിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കോട്ടൻ്റെ തുണിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സാധാരണ നമ്മൾ പണ്ടൊക്കെ അമ്മമാരെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കാറുള്ളത്, അതുപോലെയാണ് കേട്ടോ ഇപ്പം ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ കോരി ഒഴിച്ച് അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ കുക്കറിനകത്ത് ഉള്ളി സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പും ഉള്ളിയും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളിയും വറമുളകൊക്കെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അരച്ചെടുക്കണം. ഒരു ചമ്മന്തി ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. വേണമെങ്കിൽ ഇതിൽ തക്കാളി ചേർക്കട്ടെ. ഇപ്പം ഞാൻ തക്കാളി ഒന്നും ചേർക്കാണ്ടാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ റെഡി ആയിട്ട് ഇത് എന്നും ഞാൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ റെസിപ്പി ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. ഞാൻ ഉള്ളി മാത്രം ഇട്ടിട്ട് ഉള്ളിയും പരിപ്പും ഇട്ടിട്ട് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് മുരിങ്ങക്കായ കിടക്കുന്നുണ്ട്. അപ്പോൾ 2 മുരിങ്ങക്കായും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അപ്പോൾ മുരിങ്ങക്കായും ചെറിയുള്ളിയും പരിപ്പും കൂടെ ചേർത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഇഡ്ഡലി ഒരു തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാവി ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടിൽ ഒരു തട്ടേ വയ്ക്കുള്ളൂ കേട്ടോ. 1.5 ആവി ഇഡ്ഡലി മതിയാവും നമുക്ക്. അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. മുരിങ്ങക്കായ സാമ്പാർ, ഉള്ളിയും മുരിങ്ങക്കായൊക്കെ ഇട്ട സാമ്പാർ. പിന്നെ നമ്മൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളി ഒന്നും ചേർക്കാണ്ടുള്ളത്. പിന്നെ ചായ ഇഡലി കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അങ്ങനെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് പിള്ളേർ പോയി. പിന്നെ ഞാൻ വെയിൽ നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്ക് ഞാനിതാ തുണിയൊക്കെ ഒന്ന് കഴുകിയിടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴുകാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും പുതപ്പും വിരിപ്പും പറഞ്ഞ പോലെ കുറേ ഇതുണ്ടായിരുന്നു, തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് നിന്നു. ഒക്കെ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ വേഗം ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും വെയിൽ അങ്ങോട്ട് ആകുമ്പോഴേക്കും നമുക്ക് കഴുകിയിടാനായിട്ട് പറ്റിയിട്ട് അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് വിരിച്ചിടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പിള്ളേരുടെ സ്കൂളിലൊന്ന് പോകണം, ചെട്ടിക്കുട്ടിൻ്റെ സ്കൂളിൽ പോകണം. പിന്നെ വരുന്ന വഴിക്ക് എന്തായാലും ചാരുമോളുടെ സ്കൂളിലും പോകണം. അപ്പോൾ 2 പേരുടെ സ്കൂളിലും പോകണം. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് മെല്ലെ പോയാൽ മതി കേട്ടോ, ഒരു 9:30 ആകുമ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ സ്കൂളിൽ പോകണത് കൊണ്ട് തന്നെ ഏട്ടന് എന്നെയും കൊണ്ടുപോയി അവിടെ വിടണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് ബസ്സിന് കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടൻ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ പോയി. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബസ്സിൽ വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ടൗണിലേക്ക് ഒക്കെ പോകുമ്പോൾ പാലക്കാടൊക്കെ പോകുമ്പോൾ അങ്ങനെ വണ്ടിയൊന്നും എടുക്കാറില്ല. ഏട്ടൻ കൊണ്ട് സ്കൂളിലാക്കി. പിന്നെ ചെട്ടിക്കുട്ടിൻ്റെ സ്കൂളിൽ പോയി ഫീസൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും ഞാനും കൂടെ വന്ന് ഏട്ടനും പിന്നെ വണ്ടിയൊക്കെ കയറ്റി ഷിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ജോലി എന്താണ് പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏട്ടൻ ഇതാണ് കേട്ടോ ജോലി. ഏട്ടൻ ഒരു ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് സൈറ്റിലേക്ക് വണ്ടി കയറ്റി വിട്ടിട്ട് പിന്നെ എന്നെയും കൊണ്ട് അങ്ങനെ നേരെ ചെട്ടിക്കുട്ടിൻ്റെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് ഏട്ടൻ പോയത്. പിന്നെ അവിടെ നിന്നില്ല. പിന്നെ ഞാൻ സ്കൂളിൽ ഫീസൊക്കെ അടച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ പാലക്കാട് പോയി, ചാരുമോളുടെ സ്കൂളിലും പോയി അങ്ങനെ തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ പോകുമ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലുണ്ടല്ലോ, അതുവഴിയാണ് കേട്ടോ ഞങ്ങൾ പോണത്. കല്ലേക്കാട് പോകുമ്പോൾ മിക്ക സമയത്തും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുവഴി തന്നെയാണ് പോണത്.
അങ്ങനെ ഇവിടെയൊക്കെ ആകെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു. പിന്നെ ഹോസ്പിറ്റൽ പിന്നെ പഴയ രീതിയിൽ തന്നെ പണ്ടത്തെ ഒരു ഇത് തന്നെയാണ്. അതിനെന്തായാലും നമ്മളിതാ സ്കൂളെത്തിയിട്ടുണ്ട്. സ്കൂളിലും ആകെ മാറിയിട്ടാ. മതിലൊക്കെ ഇടയിൽ കെട്ടി കുറച്ച് സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചിട്ടിക്കുട്ടിൻ്റെ സ്കൂളിൽ പോയി അങ്ങനെ ഫീസ് അടച്ചു. പിന്നെ നേരെ ഇതാ മോയിൻസിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ ഷാരുമോള് പഠിക്കുന്നത്. അപ്പോൾ അവൾക്കൊരു എന്താ പറയുക ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അവൾക്ക് എക്സാമൊക്കെ ആണ്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവളെയും വിളിച്ചിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒന്ന് കടയിൽ കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് പെൺപിള്ളേർക്ക് നമുക്ക് ഇതുപോലെ ഫാൻസിയിൽ പോയാൽ ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് അല്ലേ. നമ്മൾ ഇട്ടിട്ടില്ലെങ്കിലും കൂടെ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടാനുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്. എനിക്ക് കൂടുതലും ഈ കമ്മലുകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കമ്മൽ, വേറെ മോതിരം അങ്ങനെയുള്ള സംഭവങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കമ്മലുകളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ ഞങ്ങളിതാ ബസ്സൊക്കെ കയറി അങ്ങനെ എൻ്റെ കൂടെ വരുമ്പോൾ ശരമോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. നല്ല വെയിലായത് കൊണ്ട് തന്നെ കുടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്താ പറയുക പാലക്കാട് നല്ല ചൂടാണ്. അപ്പം ഞാനിതാ കുടയൊക്കെ എടുത്തിട്ടാണ് പോകുമ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാരു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ മുന്നേ നടക്കുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്കാണെങ്കിൽ പുറത്ത് വന്നാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ കുടയൊക്കെ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ ഒരു എന്താ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീഡിയോ അങ്ങനെ നിർത്തി ട്ടാ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ പ്രോഗ്രാമുണ്ട്. 2-3 ദിവസമായിട്ടാണ് പരിപാടി നടക്കുക. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ദിവസം നമുക്ക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ആ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ കാവിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു പാട്ടും ചേർത്തിട്ട് ഞങ്ങൾ ഇന്നലെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇത് 2ാമത്തെ ദിവസം നാടൻ പാട്ടാണ് കേട്ടോ. ഇനി നാളെ നമ്മുടെ ഇവിടെ 20-ാം തീയതി നമ്മൾ വൈക്കം വിജയലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ. നാളെ ഗാനമേളയൊക്കെയാണ്. അപ്പോൾ 3 ദിവസത്തെ നല്ല അടിപൊളി ഗംഭീര പരിപാടിയാണ് കേട്ടോ. നാളെ സദ്യയും ഒക്കെ ഉണ്ട്. പ്രതിഷ്ഠാ ദിനമൊക്കെ ആയതുകൊണ്ട് വരവാങ്കോട് കാവ് ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ ഇത്. അപ്പോൾ 3 ദിവസം നല്ല ഗംഭീര പരിപാടിയാണ് ഇവിടെ ഇപ്രാവശ്യം. അങ്ങനെ ഇതാ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ മാളുമാണ് കേട്ടോ. ഒരേ ഡാൻസാണ്, നാടൻ പാട്ട് കണ്ടിട്ട് ഒരേ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇതാ ചാരു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.